കോഴിക്കോട് ചേവായൂരിൽ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംഘർഷം. കോൺഗ്രസ് പ്രവർത്തകരും വിമതരും തമ്മിലാണ് ഏറ്റുമുട്ടൽ. CPIM പിന്തുണയുള്ളവരാണ് വിമത വിഭാഗം. 36,000-ഓളം വോട്ടർമാരുള്ള ബാങ്കിൽ വൈകിട്ട് 4 വരെയാണ് വോട്ടെടുപ്പ്. വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. രാഹുൽ സുരേഷ് സംഭവസ്ഥലത്ത് നിന്ന് ചേരുന്നു, കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്താണ് നിലവിലെ അവിടുത്തെ സ്ഥിതിവിശേഷം? നേരത്തെ നമ്മൾ കണ്ടതാണ് പരസ്പരം ഏറ്റുമുട്ടുന്ന പ്രവർത്തകർ. ഇപ്പോഴും ആ സംഘർഷം അതുപോലെ തുടരുകയാണോ? അനുനയത്തിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? വോട്ടെടുപ്പ് തുടരുകയാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ. സുഹൈൽ, സംഘർഷ സാധ്യത ഇപ്പോഴും സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം മുദ്രാവാക്യം വിളിക്കുകയും ഏറ്റുമുട്ടൽ നടത്തുകയും കൂടി ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേവഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടു മുന്നിലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. മറുഭാഗത്ത് CPM-ന്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് ഈ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല എന്നതാണ് പരസ്പരം കോൺഗ്രസും CPM-ഉം ആരോപിക്കുന്ന കാരണം. അതിൽ ഇവർ പറയുന്ന ന്യായം, അതായത് കള്ളവോട്ട് ചെയ്യാൻ പലരും എത്തുന്നുണ്ട്, അവരെ തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോഴും വോട്ട് ചെയ്യാൻ കഴിയാതെ പലരും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ നേരിട്ട് കാണുന്നതാണ്. രാവിലെ 8 മണിക്കാണ് ഈ വോട്ടെടുപ്പ് ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ ഇതേ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സംഘർഷം ഉണ്ടായതോടെ കൂടുതൽ നേതാക്കന്മാർ ഈ സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷം പല ഘട്ടങ്ങളിലും ഉണ്ടായി. ഒരു സമയത്ത് CPM-ന്റെ പ്രവർത്തകരും പോലീസും നേർക്കുനേർ വരുന്ന സാഹചര്യം ഉണ്ടായി. അതിന് കാരണമായി വന്നത് ഈ ആദ്യഘട്ടത്തിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരായിരുന്നു പരസ്പരം ഏറ്റുമുട്ടിയിരുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അനുനയിപ്പിച്ചു. പിന്നീട് ഈ CPM പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ പോലീസും CPM പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. അങ്ങനെ ലാത്തി വീശുന്ന സാഹചര്യത്തിൽ വരെ എത്തി. CPM-ന്റെ നിരവധി പ്രവർത്തകർക്ക് ഈ ലാത്തി വീശലിൽ പരിക്കേറ്റിട്ടുണ്ട്. തല ഉൾപ്പെടെ പൊട്ടുന്ന സാഹചര്യമുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പോലീസും CPM-ഉം തമ്മിൽ ഏറ്റുമുട്ടുന്ന കാര്യങ്ങളിലേക്ക് ഇവരെ സ്ഥിതി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 2:30 ആയിരിക്കുന്നു. 4 മണി വരെയാണ് വോട്ടെടുപ്പ്. 1.5 മണിക്കൂർ കൂടി ഇനി വോട്ടെടുപ്പ് അവസാനിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴും അവസാന സമയത്ത് വോട്ട് ചെയ്യാൻ എത്തുന്നവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തിരിച്ചയക്കുന്നു എന്നാണ് പരസ്പരം ആരോപിക്കുന്നത്. 36,000 വോട്ടർമാരാണ് ഇവിടെ വോട്ട് ചെയ്യേണ്ടത്. ഇതിനോടൊപ്പം തന്നെ എത്ര ശതമാനം പോളിംഗ് ശതമാനം ഇതുവരെ എത്ര എത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എത്ര പേർ വോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആകെ അറിയാവുന്ന കാര്യം, പലപ്പോഴും വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾ തിരികെ പോകുന്നതാണ് കാഴ്ച. അവരുടെ വോട്ട് മറ്റാരൊക്കെ രേഖപ്പെടുത്തിയെന്ന് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നതാണ് കാഴ്ച. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അഭിമാന പോരാട്ടമാണ്. കാരണം വർഷങ്ങളായി ഇവിടെ ഭരണം നടത്തിയിരുന്ന കോൺഗ്രസ് ആയിരുന്നു. അതിനിടയിലാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും ഇവിടുത്തെ ഭരണസമിതിയും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും ഇവിടുത്തെ ഭരണസമിതിയിലെ അംഗങ്ങളെ കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തത്. പിന്നീട് ഈ ഭരണസമിതിയിലുള്ള ആളുകൾ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഈ മത്സരത്തെ നേരിടാൻ വരികയായിരുന്നു. അവർക്ക് CPM പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ രൂപവും ഭാവവും മാറിയത്. എന്താണെങ്കിലും 1.5 മണിക്കൂറാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അപ്പോഴും ഇരുഭാഗങ്ങളിലായി CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ പരസ്പരം മുദ്രാവാക്യം വിളികളുമായി നേർക്കുനേർ നിൽക്കുന്നു. അതിനിടയിൽ നേതാക്കന്മാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അങ്ങനെ സംഘർഷ സാധ്യത ഇപ്പോഴും ചേവഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ തുടരുകയാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. വിവിധ ഭാഗങ്ങളിലായി ചെറിയ ഗ്രൂപ്പുകളിലായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഇവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, അകത്ത് വോട്ട് ചെയ്ത ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും കഴിയുന്നില്ല. അങ്ങനെ അകത്ത് കുറേയധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ അകത്ത് പോളിംഗ് സ്റ്റേഷന്റെ അകത്ത് കള്ളവോട്ട് ചെയ്യാൻ വന്ന നിരവധി ആളുകളെ ഈ പോളിംഗ് ഏജന്റുമാർ നേരിട്ട് പിടികൂടുന്ന സാഹചര്യം കൂടി എത്തി. പക്ഷേ ഇവർക്കെതിരെ നിലവിൽ മറ്റ് നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അവരെ പറഞ്ഞയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു കണക്കിന് രണ്ടുപേരും ആരോപിക്കുന്ന കള്ളവോട്ട് ആരോപണം ശരിയാണ്. പക്ഷേ അത് ആര് ചെയ്തു എന്നതിലാണ് ഇനി അന്വേഷണം നടത്തേണ്ടത്. സുഹൈൽ. രാഹുൽ, ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് ആകെ സംഘർഷക്കളമായി മാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി പോളിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വോട്ട് ചെയ്യാൻ വരുന്നവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമില്ല, വോട്ട് ചെയ്ത് അകത്ത് കയറിയവർക്ക് പുറത്തിറങ്ങാൻ സൗകര്യമില്ല. ആകെ മൊത്തം ലോക്കായിരിക്കുകയാണ് വോട്ടർമാർ.
സ്വാഭാവികമായ ഒരു പ്രാദേശിക തലത്തിലെ ബാങ്കാണ്. അതിൻ്റെ ഒരു പരിധി എന്ന് പറയുന്നത് ചിലപ്പോൾ 2-3 വില്ലേജുകളോ പഞ്ചായത്തുകളോ ഒക്കെ ആയിരിക്കും. 36,000 വോട്ടർമാരുമുണ്ട്. ഇപ്പോൾ കള്ളവോട്ട് ആരോപണം എന്ന് ഉന്നയിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു കൂട്ടർ ആദ്യം മറ്റൊരു വിഭാഗത്തിനെതിരെ ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇരു വിഭാഗം ഒരുപോലെ കള്ളവോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതിനോടൊപ്പം ഈ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നേ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അസ്വാരസ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി. തുടർന്ന് കള്ളവോട്ട് ആരോപണത്തിലേക്ക് അത് മാറി, പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹൈൽ, കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷവും ഈ വിമത പക്ഷവും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് KPCC അധ്യക്ഷനായിട്ടുള്ള K സുധാകരൻ കോഴിക്കോട് എത്തിയത്. ഈ ചേവായൂർ സഹകരണ ബാങ്കിന് സമീപത്തായിട്ട് ഒരു കോൺഗ്രസിന്റെ പരിപാടിയിൽ K സുധാകരൻ ഈ വിമതന്മാരെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അതിന് കാരണവും ഇന്ന് നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഇത് സാധാരണ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം കരുതാൻ കഴിയില്ല. കാരണം 36,000-ഓളം മെമ്പർമാർ, 36,000-ഓളം അംഗങ്ങൾ ഈ ബാങ്കിൽ ഉണ്ട്. അവർക്ക് മുഴുവൻ വോട്ട് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. 20-ലധികം ബൂത്തുകളാണ് ഈ വോട്ടെടുപ്പിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. 540 കോടിയോളം രൂപയാണ് നിക്ഷേപമായി ഈ ബാങ്കിലുള്ളത്. 100 കോടിയോളം രൂപ ആസ്തിയുള്ള ബാങ്കാണ്. വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്കാണ്. ആ സാഹചര്യത്തിൽ നിന്നാണ് ഒരു മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് പ്രകോപനമുണ്ടാവും. അവർക്ക് അവരുടെ അഭിമാന പോരാട്ടമായി മാറും. മറിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഒരു അവസരമാണ്. കേവലം ഇവിടെ ഉണ്ടായിരുന്ന വിവിധ പക്ഷത്തെ പിന്തുണയ്ക്കുക മാത്രമാണ് CPM ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് CPM പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുള്ളത്. ബാങ്ക് ഭരണം ഈ ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് നിലനിർത്താനാവുകയാണെങ്കിൽ അത് CPM-നും ഇവിടെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വലിയ രീതിയിൽ 100 കണക്കിന് പ്രവർത്തകർ CPM-ന്റെ ഭാഗത്തു നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പകുതി പ്രവർത്തകർ മാത്രമാണ് ഉള്ളത് എന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP, കോഴിക്കോട് ടൗൺ ACP, ഫറൂഖ് ACP തുടങ്ങി 3 ACP-മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്രമസമാധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 250-ലധികം പോലീസുകാരും ഇവിടെയുണ്ട്. അതിനിടയ്ക്ക് മെഡിക്കൽ കോളേജ് CA-യുമായി CPM പ്രവർത്തകർ കൊമ്പ് കോർക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതായത് ഈ CPM പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയിരുന്നു. ഈ ലാത്തി വീശലിന് കാരണം, ലാത്തി വീശാൻ നിർദ്ദേശം നൽകിയത് ഈ മെഡിക്കൽ കോളേജ് CI ആണെന്നാണ് CPM ആരോപിച്ചത്. അതിനുശേഷം CPM-ന്റെ ആവശ്യപ്രകാരം ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും, ഇവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമസമാധാന ചുമതലയിൽ നിന്നും മെഡിക്കൽ കോളേജ് CA മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്താണേലും ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇരുഭാഗങ്ങളിലും പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മറുഭാഗത്ത് വോട്ടർമാർ വോട്ട് ചെയ്യാൻ അകത്തേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ റോഡിൽ നിരന്നു നിൽക്കുന്നു. കുറേയധികം ആളുകൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. കുറേയധികം ആളുകൾ നിൽക്കുന്നു. അപ്പോൾ അതിനിടയിലൂടെ അകത്തേക്ക് സ്ത്രീകൾക്ക് ഉൾപ്പെടെ കയറാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യം കൂടിയാണ്. അതിന് കാരണമായി കോൺഗ്രസ് പറയുന്നത് ആ തടയുന്നത് CPM-കാരാണെന്നാണ്. മറിച്ച് CPM പറയുന്നത് കള്ളവോട്ട് ചെയ്യാൻ വരുന്ന കോൺഗ്രസ്സുകാരാണ് ഏറ്റവും അവസാന നിമിഷം ഇവിടെ എത്തുന്നതെന്നാണ് CPM-ന്റെ ആരോപണം. അങ്ങനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി CPM ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കോൺഗ്രസ് നിൽക്കുന്നു. ഇനി ഏതാണ്ട് 1.25 മണിക്കൂർ കൂടിയാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ നിലനിൽക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നത് മുൻകൂട്ടി പറയാൻ കഴിയില്ല എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം 4 മണിക്ക് ശേഷമായിരിക്കും വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. 36,000-ഓളം വോട്ടർമാർ വോട്ടുകളുണ്ട്. അതിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തി എന്നാണ് CPM പറയുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പരമാവധി വോട്ടുകൾ ചെയ്തു എന്ന് അവരും പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ പരമാവധി 30,000-ന് മുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പുലർച്ചെയാകും ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് എത്താൻ. അങ്ങനെ വരികയാണെങ്കിൽ പോലീസ് വരും മണിക്കൂറുകളിൽ കൂടുതൽ പണിയെടുക്കേണ്ടി വരും എന്നത് പറയാതിരിക്കാൻ വയ്യ. മാത്രമല്ല ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. അതിനെ പരമാവധി പിന്തിരിപ്പിക്കാൻ CPM നേതാക്കൾ ശ്രമിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നു, ഒപ്പം തന്നെ പോലീസും ശ്രമിക്കുന്നു. സുഹൈൽ, ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ആകെ അലങ്കോലമായിരിക്കുകയാണ്. വോട്ട് ചെയ്യാൻ ആ ബാങ്കിന്റെ ID കാർഡുമായി വരുന്നവരെ സമ്മതിക്കുന്നില്ല. വോട്ട് ചെയ്തവർ തന്നെ കള്ള വോട്ടാണെന്ന ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നു. എന്തു തന്നെയായാലും എന്താകും ഫലം? ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെ മുന്നോട്ട് പോകും? ഈ തെരഞ്ഞെടുപ്പ് ഒട്ടും സുതാര്യമാണോ എന്ന ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ ID കാർഡുമായി വരുന്നവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് അതൊരിക്കലും അനുവദിക്കാനാകുന്ന കാര്യമല്ല. അതേസമയം കള്ള വോട്ടും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുതാര്യമാണോ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോട്ടുള്ള പ്രക്രിയകൾ എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന ആകാംക്ഷയും ബാക്കി നിൽക്കുന്നു. സംഘർഷം അവിടെ തുടരുന്നു.